ഹലോ എവരിവൺ, വെൽക്കം ടു ട്രാവൽ ടുഗദർ. ദുബായിനെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്നറിയോ? ടാക്സ് ഫ്രീ സാലറി. ഇവിടെ കിട്ടുന്ന സാലറിക്ക് ഒരു ടാക്സും ഇല്ല. നമുക്ക് എത്ര സാലറി കിട്ടിയാലും അത് ടാക്സ് ഫ്രീ ആണ്. ഇപ്പം നമ്മുടെ ഇന്ത്യക്കാർ എൻജിനീയറിങ് കഴിഞ്ഞ കുട്ടികളൊക്കെ ഒരു 5 വർഷത്തെ ജോലിയൊക്കെ എക്സ്പീരിയൻസൊക്കെ കഴിയുമ്പോൾ ഇന്ത്യ മണി 5 ലക്ഷവും 8 ലക്ഷമൊക്കെയാണ് ഈസി ആയിട്ട് സാലറി വാങ്ങണം ഒരു മാസം. ഡിപ്പെൻസ്, അതെല്ലാം ലെക്കാണ്. നല്ല കമ്പനി കയറി കഴിഞ്ഞാൽ ആ ഒരു സാലറി സ്കെയിൽ വാങ്ങാം. ആ സാലറി ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാം? ടാക്സ് ഒന്നും കൊടുക്കാതെ സേവ് ചെയ്യാം. പിന്നെ ലോകത്തിലെ ഏറ്റവും ഏത് ലക്ഷറി കാറുകളും ഈസി ആയിട്ട് നമുക്ക് ദുബായിൽ വാങ്ങാം. ദുബായിൽ വാങ്ങാൻ പറ്റാത്ത കാറുകളില്ല. ഇപ്പോൾ പുതിയ കാറ് വാങ്ങാൻ പറ്റിയില്ലെങ്കിലും സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങും. കാറുകൾ ഏറ്റവും ഈസി ആയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ദുബായ്. പെട്രോള് വളരെ ചീപ്പാണ്. ജീവിത ചെലവ് വളരെ വളരെ ചീപ്പാണ്. ഇന്ത്യയിൽ ജീവിക്കുന്നതിലും വളരെ കുറച്ച് പൈസക്ക് നമുക്കിവിടെ ദുബായിൽ ജീവിക്കാൻ പറ്റും. പിന്നെ സേഫ്റ്റി, ഏതു രാത്രിക്കും ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും വെളുപ്പിനെ 3 മണിക്കും ഒരു പ്രശ്നമില്ലാതെ ദുബായിലൂടെ റോഡിലൂടെ സേഫായിട്ട് നടക്കാം. പിന്നെ ക്ലീൻ എൻവയർമെൻറ്റ്, രാജ്യത്തിൻ്റെ എല്ലാ ഏരിയയും ഭയങ്കര ക്ലീനാണ്. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട്, എവിടെ പോകണമെങ്കിലും കാറുണ്ട്, മെട്രോ ഉണ്ട്, ബോട്ടുണ്ട്, എല്ലാം ഈ കണക്റ്റഡാണ്. പിന്നെ ഏറ്റവും അതിലും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അടുത്തൊരു കാറ് വന്ന് നിൽക്കും. ചില സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടുത്തെ ഭരണാധികാരികൾ, ഷെയ്ഖുമാർ, അവരൊക്കെ സ്വന്തം കാറ് ഡ്രൈവ് ചെയ്തൊക്കെ വരുന്ന കാണാം. അപ്പോൾ പിന്നെ എവിടെ ചെന്നാലും എ സിയാണ്. ഇവിടെ സമ്മറിൽ ഭയങ്കര ചൂടായിരിക്കും. നാട്ടിലെ ചൂടാണെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല. ദുബായിൽ ഏത് ചെറിയ ഷോപ്പിൽ പോയാലും, റെസ്റ്റോറൻറ്റിൽ പോയാലും, ഹോട്ടലിൽ പോയാലും, ഓഫീസിൽ പോയാലും എവിടെ ചെന്നാലും എ സി. പിന്നെ ജോലി സാധ്യതകൾ, ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകൾ ഇപ്പോൾ ഉള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്. പിന്നെ സാലറി, ചെറിയ സാലറി ഉള്ള ആൾക്കും വലിയ സാലറി ഉള്ള ആൾക്കും എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇതിനനുസരിച്ച് ജീവിക്കാം. അപ്പോൾ എന്തായാലും ജോലിക്ക് ഇവിടെ ദുബായിൽ വന്നില്ലെങ്കിലും ഒരിക്കലെങ്കിലും ഇന്ത്യയിൽ നിന്ന് ദുബായിൽ വന്ന് ദുബായ് എൻജോയ് ചെയ്യണം. വെറും 4 മണിക്കൂർ കൊണ്ട് 50,000 രൂപയിൽ താഴെ ദുബായ് എൻജോയ് ചെയ്ത് പോകാം. ഇത്രയും സേഫും ക്ലീനും ലോകത്തിലെ തന്നെ അത്ഭുതങ്ങളിലൊന്നായ രാജ്യം കണ്ടിരിക്കണം. കാര്യം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മുതല, ലോകത്തിലെ ഏറ്റവും വലിയ ട്വിൻ ടവർ, ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ഓരോരോ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ദുബായ് ഒരിക്കലെങ്കിലും വന്ന് എക്സ്പ്ലോർ ചെയ്യുക, എൻജോയ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.